വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമ നോക്കുകയാണെങ്കിൽ വളരെ ഹൈപ്പിൽ റിലീസായ ഒരു സിനിമയാണ്. ഈ സിനിമയുടെ സിനിമയുടെ കാസ്റ്റിംഗ് തന്നെ നോക്കുകയാണെങ്കിൽ എന്താ പറയുക, ഒരു ടൂറിസ്റ്റ് ബസ് പിടിച്ച് കയറ്റാനുള്ള അത്രയും ആൾക്കാർ ഈ സിനിമയ്ക്ക് അത് അഭിനയിച്ചു. പക്ഷേ ആരും തന്നെ വേസ്റ്റായിട്ട് പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്യില്ല. വരുന്ന കഥാപാത്രങ്ങൾ, വരുന്ന ആക്ടേഴ്സും ഒക്കെ ആണെങ്കിൽ ഒരു 10 മിനിറ്റോ എന്താ പറയുക ഒരു അരമണിക്കൂറാണ് വരുന്നെങ്കിൽ പോലും അവരെ നന്നായിട്ട് യൂസ് ചെയ്യാൻ വിനീത് ശ്രീനിവാസൻ സംവിധാനം കഴിഞ്ഞിട്ടുണ്ട്. ഈ പടത്തിൻ്റെ എന്താ പറയുക ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് പ്രണവ് മോഹൻലാലും അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസനുമാണ്. ഇവർ തമ്മിലുള്ള കെമിസ്ട്രി പടത്തിൽ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഒരു പക്ഷേ ഇവർ തമ്മിലുള്ള ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് വർക്കായില്ലെങ്കിൽ സിനിമ തന്നെ വർക്കാവത്തില്ല. പക്ഷേ ഇവർ തമ്മിലുള്ള നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ആ ഫ്രണ്ട്ഷിപ്പ്, അവർ തമ്മിലുള്ള വരുന്ന ആ ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം തന്നെ വളരെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അത് എടുത്ത് തന്നെ പറയണം. പ്രത്യേകിച്ച് ഇവരുടെ ആ ഏജ് ട്രാൻസ്ഫോർമേഷൻ. കാരണം ആ ഒരു കോളേജ് കാലഘട്ടം തുടങ്ങി ആ ഒരു 70 വയസ്സ് വരെ ഒരു കറക്റ്റ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അത് പുള്ളി ചെയ്യാൻ വേണ്ടി രണ്ടുപേർക്കും സാധിച്ചുകൊണ്ട് വളരെ നന്നായിട്ട് അവർ എഫേർട്ട് എടുത്ത് അത് ചെയ്തിട്ടുണ്ട് അവർ. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഈ രണ്ട്